ഇതെന്ത് കോലാ ദീപു, നീ എവിടെങ്കിലും വീണോ? ദീപു ബൈക്കിന്റെ സ്റ്റാൻഡ് ഇട്ടുറപ്പിക്കുമ്പോൾ ചേച്ചി മഞ്ജുള വന്ന് ചോദിച്ചു. ഭർത്താവുമായി ഇത്തിരി പ്രശ്നത്തിന്റെ പേരിൽ വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു മഞ്ജുളയും മകൾ ശ്രീകുട്ടിയും. ശ്രീകുട്ടിക്ക് ചോറ് കൊടുത്തിട്ട് വേസ്റ്റ് കളയാൻ വേണ്ടി വാഴത്തടത്തിൽ ചെന്നപ്പോഴാണ് മുന്നിൽ ദീപു വന്ന് നിൽക്കുന്നത് കണ്ടത്. രാത്രി ദൂരെ നിന്നിട്ടാണെങ്കിലും ലൈറ്റിന്റെ വെളിച്ചത്തിൽ ദീപുവിന്റെ ഷർട്ടിലെ ചെളിയും കീറിയടർന്ന് വീണ പോക്കറ്റും മഞ്ജുള വളരെ വ്യക്തമായി കണ്ടു. അടുക്കളയിൽ കയറി അമ്മയോട് വിവരം പറഞ്ഞുകൊണ്ടാണ് മഞ്ജുള വീടിന് മുൻവശത്തേക്ക് ഇറങ്ങി ചെന്നത്. ഏയ്, ദീപു ബൈക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എന്ത് പറ്റിടാ ദീപു? അച്ഛൻ മുകുന്ദനും അമ്മ സുഷമയും പിറകെ വന്നോ ദീപുവിനെ അടി മുതൽ മുടി വരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, അത് പിന്നെ സ്റ്റാൻഡിലൊരു കശപിശ. അത് കാണും, നിന്നോട് അച്ഛൻ പറഞ്ഞതല്ലേ ദീപു ഈ പണിക്ക് പോണ്ടാന്ന്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഫീൽഡാ ഈ ബസ്. അത് പറയുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് എന്താ ഇത്ര പുച്ഛം? എൻ്റെ പൊന്ന് ചേച്ചി, ഇത് പേടിക്കാൻ മാത്രമൊന്നുമില്ല. സ്റ്റാൻഡിലെ തട്ടുകടയിൽ വെച്ച് ചെറിയൊരു ബഹളം, അതും മഹിയായിട്ടാ. അവൻ്റെ ദേഹത്ത് കൈവച്ചാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ കയറി ഇടപെട്ട് അപ്പൂരത്തിന് വന്ന എന്നൊരു ഉന്ത്. മതി മതി, ഞാൻ പോണ്. എനിക്ക് കേൾക്കണ്ട ഈ അടിപിടിക്കഥ. ആ മഹി എന്ന് പറഞ്ഞവൻ എനിക്ക് കണ്ടെടുത്താ കണ്ടൂടാ. അവനൊരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു നേരാ. മഞ്ജുള അതും പറഞ്ഞ് ആ വഴി പോയി. എടാ, അച്ഛൻ പറഞ്ഞതല്ലേ നിന്നോട് ഈ പണിക്ക് പോയാൽ വേറെ ബസ്സുകാരുമായിട്ട് മത്സരവും അടിപിടിയും കാണുന്നു. എനിക്ക് നിന്നെ ഈ കോലത്തിൽ കാണുമ്പോൾ പിടിക്കണില്ല ദീപു. അച്ഛൻ്റെ പോലെ നിന്നെ ആ യൂണിഫോമിൽ കാണാനായിരുന്നു എനിക്ക് ആഗ്രഹം. അത് കേട്ടപ്പോൾ മുകുന്ദൻ്റെ മുഖം വല്ലാതെയായി. ഒരു പരിധി വരെയേ ദീപുവിനെ അച്ഛൻ നിർബന്ധിക്കാൻ നിന്നിട്ടുള്ളൂ. പിന്നെ ഒന്നും പറയാനോ അടിച്ചേൽപ്പിക്കാനോ നിന്നിട്ടില്ല. മുകുന്ദൻ ഒരു റിട്ടയർഡ് കോൺസ്റ്റബിളാണ്. ദീപുവിനെ പോലീസാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ദീപുവിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടവുമല്ല. മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ജോലി സെറ്റാവുന്നവരെ കൂട്ടുകാരൻ ഷാരോണാണ് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ദീപുവിനോട് 2 ആഴ്ച കയറാൻ പറഞ്ഞത്. അതിപ്പോൾ 2 മാസവും കടന്ന് 2 വർഷവും കടന്നു പോയിരിക്കുന്നു. സ്ഥിരമായി കണ്ടക്ടർ ജോലിയിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഒരിക്കലും ദീപു ചെയ്യുന്ന ആ ജോലിയെ തള്ളിപ്പറയാറില്ല. പുച്ഛത്തോടെ സ്വയം കണ്ടിട്ടില്ല. അമ്മയ്ക്കാണെങ്കിൽ താരതമ്യം കൂടുതലാണ്. BCom അല്ലെങ്കിൽ BSc എടുത്ത് പഠിക്കാൻ പറഞ്ഞപ്പോൾ ദീപു BA എടുത്തു. അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾ ബാങ്കിലും ഹോസ്പിറ്റൽ ഫീൽഡിലേക്കും പോയപ്പോൾ പൊങ്ങി വന്ന കോംപ്ലക്സുകൾ ഇടയ്ക്ക് ദീപുവിനെ പുറത്തേക്ക് തള്ളിവിടാൻ അമ്മ ശ്രമിക്കാറുണ്ട്. എന്നാൽ ദീപുവിന് തൻ്റെ നാടും വീടും വിട്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല. എന്ത് പറഞ്ഞാലും സുഷമയുടെ വായിൽ നിന്ന് ദീപുവിന് കുറ്റങ്ങൾ മാത്രമേ വരികയുള്ളൂ. താരതമ്യം ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ ദീപുവിന് തല തരിക്കും. ആ, ദേ തുടങ്ങി. എല്ലാവരും ഒന്ന് മാറിക്കേ, ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ, നാറിട്ട് വയ്യ. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ ദീപു നിനക്ക്? അച്ഛൻ ചോദിച്ചു. ഒന്ന് പോവച്ചാ, എന്ത് കുഴപ്പം? ദീപു വകഞ്ഞു മാറ്റി അകത്തേക്ക് പോയി. ഹായ് മാമ, ഇന്ന് ചോക്ലേറ്റ് ഇല്ലേ? പൊന്നു മോളെ, ഈ കോലത്തിന് മാമൻ എങ്ങോട്ടും പോയിട്ടില്ല. വെറുതെ എന്തിനാ കടയിൽ കയറി നാറ്റിക്കുന്നത് എന്ന് വെച്ചിട്ടാ. മാമൻ നാളെ ചോക്ലേറ്റ് മിഠായികൾ എന്തായാലും കൊണ്ടുവരാം. ദീപു ശ്രീകുട്ടിയോട് പുന്നാരത്തോടെ പറഞ്ഞിട്ട് ഫോൺ ചാർജിലിട്ട് കുളിക്കാൻ വേണ്ടി പോയി. കുളി കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ദീപു മുറിയിലേക്ക് പോയി. ചാർജിനിട്ട ഫോണോട് നോക്കിയപ്പോൾ മഹയുടെ കോൾ. തിരികെ വിളിച്ചു. ദീപു ബെഡിലേക്ക് തല ചായ്ച്ചു. ഹലോ ദീപു ഏട്ടാ, വീട്ടിലെത്തിയാ? എത്തി, കുളിയും കഴിഞ്ഞ് കിടക്കാം. അതെ, ഒരു കാര്യം പറയാൻ വിട്ട്. ദീപുട്ടൻ തല്ലിയില്ലേ? അതാരാ അറിയോ കക്ഷി? നമ്മുടെ വൃന്ദാവനം പാർട്ടി. ദീപു മഹി പറയുന്നത് കേട്ട് നിന്നേയുള്ളൂ. മനസ്സിൽ ചില സംശയങ്ങളുണ്ടായി. ദീപു കേട്ടോ, അത് അരുണിങ് ചേച്ചിയുടെ ചേട്ടൻ ഗിരിയേട്ടനാ. അതിന് അല്ല, ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ആ കർണത്തടി അത് ഗിരിയേട്ടൻ മറക്കൂല എന്ന് പറയായിരുന്നു. അല്ല, ചേട്ടൻ അരുണിങ് ചേച്ചിയെ വച്ചിട്ട് പോടാവണെന്ന്. ദീപു ഫോൺ വെച്ചു. പെട്ടെന്ന് ദീപു ചെറുതായിട്ടൊന്ന് വേർത്തു. അല്ല, അതിന് ഞാനെന്തിനാ ടെൻഷനാവുന്നേ? ദീപു എഴുന്നേറ്റ് നിന്ന് മഹിയെ വിളിക്കാൻ നോക്കി. അല്ലേ വേണ്ട, ഫോൺ ബെഡിലേക്കിട്ട്. ആകെ ഒരു ആശയക്കുഴപ്പം. ഗിരിയോടുള്ള പേടി കൊണ്ടല്ല, അരുണമ്മയുടെ ചേട്ടനാണെന്നറിഞ്ഞപ്പോൾ എന്തോ ഒരിത്. ഇനിയിപ്പോൾ മഹി പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ ആ മുഖത്ത് നോക്കാൻ ഒരു ചമ്മൽ കാണും. ചമ്മലല്ല, ആ ഗിരി ഇടിച്ച് പപ്പടാക്കും. മഹി പെട്ടെന്ന് വിളിച്ച് പറയുന്ന പോലെ തോന്നി ദീപുവിന്. അന്നത്തെ ദിവസത്തിന് ശേഷം വെളുപ്പിന് 5:30 വീട്ടിൽ നിന്നും പുറപ്പെട്ട ദീപു സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ മണി 6 ആകാറായി. മഹി പൂമാലയും കൊണ്ടുവന്നു. നേരെ ചെന്ന് ബസ്സിലെ ദേവിയുടെ ഫോട്ടോയ്ക്ക് ചാർത്തുകയായിരുന്നു. ദീപു ബസ്സിലേക്ക് കയറിയിരുന്നു. ഡാ ദീപു, ഓണറെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തത്? അല്ല, എന്തടാ ഇന്നലത്തെ പ്രശ്നം? ആ ചായക്കടക്കാരൻ തങ്കു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നീ എന്താ ഇന്നലെ കളക്ഷൻ കൊടുക്കാഞ്ഞത്? എൻ്റെ രാജേട്ടാ, എന്തെങ്കിലും ഒന്ന് ചോദിക്കേ, ആ ഹൃദയെല്ലാം താങ്ങില്ല, ആകെ പഞ്ചറായിരിക്കുക. മഹി തിരിഞ്ഞു നിന്ന് പറഞ്ഞു. നിത്യടന് ഞാൻ മെസ്സേജ് അയച്ചാണല്ലോ, കോൾ ചെയ്തപ്പോൾ പുള്ളി എടുത്തില്ല.
ഇന്നത്തെ കൂടി ചേർത്ത് കണക്ക് കൊടുക്കാം. അല്ലെങ്കിലും ഇന്നലെ ഒരു മൂടുണ്ടായില്ല. എന്താടാ സംഭവം മഹി? എൻ്റെ രാജേട്ടാ, ഇന്നലെ ദീപുവേട്ടൻ ആ ഗിരിയേട്ടൻ്റെ കാരണം അടിച്ചു പൊളിച്ചു. ആഹാ, ഇത് നല്ല പാട്. അതിന് മുന്നുള്ള കഥ കൂടി വിളമ്പിത്താടാ. ദീപു എല്ലാം വിശദമായി പറഞ്ഞു. എന്തിനാടാ നീയൊക്കെ അവന്മാരുടെ അടുത്ത് പോയി തലവെച്ച് കൊടുക്കുന്നത്? വെടക്ക് കിട്ട ജാതികളായി രണ്ടും. ഇനി അതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടാകാം. അടികൊണ്ട ഗിരി വേദന താങ്ങോ? പിന്നെ ദീപുവേട്ടൻ്റെ ഷർട്ടിൽ പിടിച്ച് രണ്ടും കൂടി വീണുരുണ്ട് ചെന്നത് ജോസാറിൻ്റെ ബൈക്കിൻ്റെ ചോട്ടിൽ. പുള്ളി കറക്റ്റായ ആ സമയം ഇതിൽ പാസ് ചെയ്ത്. എന്തോ ഭാഗ്യം രണ്ടിനെയും പിടിച്ചുകൊണ്ടേ അകത്തിട്ടില്ല. ദീപു ചേട്ടനെ കണ്ടപ്പോൾ സാറിന് വെറുതെ വിടാൻ തോന്നിക്കാണും. കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി ഒന്നിലും ചെന്ന് കയറണ്ട. രാജേട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. 6 മണിയുടെ ഫസ്റ്റ് ഓട്ടം ആയതുകൊണ്ട് അധികം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നില്ല. ചന്ത ദിവസമാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. എന്തിനാ ഇന്നലത്തെ സംഭവം? അപ്പുറത്തെ ബസ്സിൽ നിന്നും ഡ്രൈവർ സുഖു ചാടി ഇറങ്ങി ചോദിച്ചു. അപ്പോൾ ഇത് സ്റ്റാൻഡ് മുഴുവൻ പാട്ടായോ? ദീപു എടുത്ത വഴിക്ക് ചോദിച്ചു. പിന്നല്ലാണ്ട്. ഇപ്പോൾ ദീപു ഈ സ്റ്റാൻഡിലെ ഗുണ്ടവനും അല്ലേ? സുഖു കളിയാക്കി ചിരിച്ചു. അവനൊരു അടിയുടെ കുറവുണ്ട് ദീപുവെ. പുഞ്ചിരി ബസ്സിൽ നിന്നും പ്രസാദേട്ടൻ വന്ന് പറഞ്ഞു. മുന്നേ ഫിറ്റായി ടിക്കറ്റ് തരാതെ ഒരു ദിവസം കയറി. ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ അടുപ്പിച്ച് 3-4 ദിവസം ഓസിക്ക് കയറാൻ വരിക. ഞാൻ നല്ലത് പറഞ്ഞു. അപ്പോൾ എനിക്കിട്ടൊരു ഉണ്ട്. അപ്പോൾ അത് നന്നായി ദീപു. രാജേട്ടൻ ബസ്സെടുക്കാനുള്ള പുറപ്പാടിൽ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ നന്നായിന്ന്. പാവം എൻ്റെ ദീപുവേട്ടൻ്റെ ഹൃദയം വിറയ്ക്കാം. ദേ നിന്നെ ഞാൻ ഒന്ന് പോടാ. എന്താടാ മഹി കാര്യം? അരുണിമിച്ചിയുടെ മേലൊരു കണ്ണുണ്ടോ സംശയം നമ്മുടെ ദീപുവേട്ടനെ. ഹാ, എന്നാ അളിയനും ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ. എൻ്റെ രാജേട്ടാ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അല്ലെങ്കിലും ആ പെണ്ണെന്നേക്കാൾ വയസ്സ് മൂത്തതാ. വയസ്സിലൊക്കെ എന്തിരിക്കുന്നു ദീപുവേ? സ്നേഹത്തിൻ്റെ മുന്നിൽ എന്ത് ചർച്ച കുറവ്? മനസ്സിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും വലിയ ചർച്ച.